അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ, റമദാൻ നമ്മളോട് ഇങ്ങനെ വിട പറഞ്ഞു പോവാണ് കേട്ടോ. ഏകദേശം റമദാൻ 28ആയി, 29ാമത്തെ രാവിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഞാനുള്ളത് മദീനയിലെ മസ്ജിദ് ഖുബയിലാണ് ഉള്ളത്. മസ്ജിദ് ഖുബയിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും പ്രവേശിക്കാൻ ഇപ്പോൾ കഴിയില്ല, കാരണം ഫുള്ള് തിരക്കാണ്, ആ ഭാഗത്തൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം എന്ന് പറയുന്നത് പള്ളിയുടെ പുറംഭാഗമാണ്. പുറത്ത് തന്നെ നല്ല തിരക്കാണ് കേട്ടോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളി എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളി കൂടിയാണ് കേട്ടോ. ഈ പള്ളി പള്ളി എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഉംറയ്ക്ക് വരുന്ന ആളുകൾ, പുറം നാടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ എല്ലാവരും, അതായത് ഉംറയ്ക്ക് വരുന്ന മുഴുവൻ ആളുകളും സന്ദർശിക്കുന്ന ഒരു പള്ളി കൂടിയാണ് കേട്ടോ മസ്ജിദ് ഖുബ എന്ന് പറയുന്നത്. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് നബിയും അനുചരന്മാരും കൂടി ചേർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ പണിത ഒരു പള്ളി കൂടിയാണ്. ഈ പള്ളി, അതായത് അന്നത്തെ കാലഘട്ടത്തിലുള്ള കല്ലുകൾ ഒക്കെ പായി വൃത്തിയിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഈ മസ്ജിദ് ഖുബ എന്ന് പറയുന്ന പള്ളി. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി കൂടിയാണ് ഈ കാണുന്ന, മാഷാ അല്ലാഹ്, ഈ കാണുന്ന പള്ളി മസ്ജിദ് ഖുബ കേട്ടോ. പിന്നീട് കാലഘട്ടം എന്താണെന്നാൽ സൗദി ഗവൺമെൻറ് ഘട്ടം ഘട്ടമായിട്ട് ഈ കാലാകാലങ്ങളായിട്ടൊക്കെ തന്നെ ഈ പള്ളിനെ എന്ത് ചെയ്ത് നവീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗമല്ലേ, ഈ ഭാഗത്തിൻ്റെ അപ്പുറത്തേക്കുള്ള സൈഡ്, ഇപ്പോൾ മദീന ഹറം റൗള ഷരീഫിൻ്റെ മുൻഭാഗത്തൊക്കെ ഉള്ള പോലെ വലിയ കുടകളൊക്കെ ഉള്ള പോലെ തന്നെ ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ കുടകളൊക്കെ വെച്ച് വൃത്തിയാക്കി വളരെ ഭംഗിയായ രീതിയിൽ പാർക്കിംഗ് ഒക്കെ നല്ല ഉഷാറായി സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തിട്ട് നവീകരിച്ച ഒരു ഭാഗമാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും ആ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഏതായാലും ആ ഭാഗത്തൊക്കെ വളരെ വൃത്തിയായിട്ട്, ഇപ്പോൾ റമദാനിൽ കുറച്ച് തൊട്ട് മുമ്പാണ് ആ ഭാഗമൊന്ന് ക്ലിയർ ആയി വന്നത് കേട്ടോ. നബിതങ്ങൾ പള്ളിയുടെ പണികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് പള്ളിയുടെ കിബില നിർണയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളാണെന്ന് ഹദീസിൽ വന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം കേട്ടോ. അന്നത്തെ കിബില എന്ന് പറയുന്നത് ജെറൂസലേമിലെ ബൈത്തുൽ മുഖദ്ദസ്, അതായത് മസ്ജിദുൽ അഖ്സയാണ് നമുക്കൊക്കെ അറിയാം. മദീനയിലെ ഇന്നത്തെ മസ്ജിദ് കിബിലത്തിൽ എന്ന് പറയുന്ന പള്ളിയിൽ നിന്ന് നിബിതങ്ങൾ 4 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 റക്അത്ത് മസ്ജിദുൽ അഖ്സയിലേക്ക് മുഖം തിരിഞ്ഞ് നിസ്കരിക്കുന്ന വേളയിലാണ് നിബിതങ്ങൾക്ക് വഹി ലഭിക്കുന്നത്. ബാക്കിയുള്ള 2 റക്അത്ത് മക്കയിലുള്ള കഅബയിലേക്ക് മുഖം തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ട് ആ നിസ്കാരം അവിടെ പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. ഒരേ നിസ്കാരത്തിൽ തന്നെ 2 കിബില വന്നത് കൊണ്ടാണ് മദീനയിലെ ആ പള്ളിക്ക് മസ്ജിദ് കിബിലത്തൻ എന്ന് പറയുന്ന ആ പേര് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നീടാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ കിബിലയായി മക്കയിലുള്ള കഅബ മാറിയത്. ശേഷം നബിതങ്ങൾ ഖുബാ പള്ളിയിലേക്ക് വന്ന് പള്ളി മാറ്റി പണിതെന്നാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.